ഹലോ ഗായ്സ്, അപ്പം ഞാനിപ്പം സ്കൂളിൽ നിന്ന് വരുന്ന കാഴ്ചയാണ്. ബസ് കയറിയാണ്. അപ്പം ഉമ്മല്ല ബസ്സിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ബസ്സിന് നമുക്ക് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഷോപ്പിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ഷോപ്പിൽ പോയിട്ട് ആദ്യം ഷോപ്പിൽ നമ്മൾ കയറുകയാണ്. ആദ്യം തന്നെ നമുക്ക് മുകളിൽ പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പം നമ്മൾ മുകളിൽ പോയിട്ടാകുമ്പം ഗംഭീരമായ കാഴ്ചയാണ് കണ്ടത്. അവിടെ നമ്മൾ അനിയന് സ്കൂൾ തുറന്നിട്ടില്ല, അനിയന് മൺഡേയാണ് തുറക്കുന്നത്. അപ്പോൾ അനിയന് വാട്ടർ ബോട്ടിൽ ഇതൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. കൊട അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പം അവിടെ നല്ല ചെരുപ്പിൻ്റെ കളക്ഷനും എല്ലാം നല്ല കളക്ഷൻ. അവിടെ ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുകളിൽ ഫുള്ള് നോക്കിയാൽ നല്ല ചില്ലും കൂട്ടിലൊക്കെ കുറേ സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങൾ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഷൂ, ചെരുപ്പ് അങ്ങനത്തെ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ നേരെ നമ്മൾ താഴെ പോയി, താഴെ ഡ്രസ്സിൻ്റെ കളക്ഷനൊക്കെയാണ് കേട്ടോ. ഉണ്ടായിരുന്നു. പിന്നെ താഴെ വന്നപ്പോൾ എനിക്ക് കുപ്പായം നോക്കിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആൾ തിരക്കാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നിറച്ച് ആൾ തിരക്കാണ്. നമ്മളിത് മിഞ്ഞാന്ന് പോയിട്ട് എടുത്തതാണ് കേട്ടോ. ഇവിടെ എല്ലാം മൊത്തം ആളാണ്. കണ്ടില്ലേ, ഇത്രയ്ക്ക് ഡ്രസ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഫാൻ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് നിങ്ങൾ കാണാത്ത ദൃശ്യങ്ങളൊക്കെ കാണും. എന്തൊക്കെയോ ചെയ്ത് എനിക്ക് തന്നെ ഓർമ്മയില്ല ഞാൻ എപ്പോഴാണ് ഇത് ചെയ്തതെന്നാണ് ക്യാമറ കണ്ടതിന് ശേഷം ചോദിക്കുന്നത്. ഞാനിങ്ങനെ എപ്പോഴാണ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ സ്കൂളിൽ നിന്ന് വന്നതുകൊണ്ട് ബാഗോ അടക്കം കയറ്റി വന്നതാണ്. അപ്പം ഇവിടെ ഡ്രസ്സൊക്കെ അനിയന് നോക്കുന്നുണ്ട്. അപ്പം അനിയനൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഞാൻ എൻ്റെ കുറേ മാറ്റി നോക്കി, അങ്ങനെ നോക്കി ലാസ്റ്റ് എനിക്കൊന്ന് ഇഷ്ടപ്പെട്ടു. ഇപ്പം ഇതൊക്കെ നോക്കിയിട്ട് എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ലാസ്റ്റ് ഒന്നെടുത്ത് തന്നു. അപ്പോൾ അതിലാണ് എനിക്ക് കണ്ടുപിടിച്ചത് നല്ല പാങ്ങ ആ ഡ്രസ്സ്. അപ്പം നമ്മുടെ അടുത്ത ഷോപ്പിൽ കയറിയിട്ടോ. അപ്പം ഇച്ചയുടെ അന്തം വിട്ട് കുന്തം പേങ്ങിയിട്ട് പോലെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ കളക്ഷൻ നോക്കുമ്പോൾ അവിടെയും മോശമില്ലാത്ത കളക്ഷനാണ്. അപ്പോൾ നമ്മൾ ഓരോരോ ഡ്രസ്സ് വലിച്ചിടാൻ തുടങ്ങി. അവിടുത്തെ ആൾ ഓരോരോ ഡ്രസ്സ് വലിച്ചിടുമ്പോൾ ഇവിടെ റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ടിരിക്കലാണ് പണി. ഒരു ഡ്രസ്സിന് അതുപോലെ ഇങ്ങനെ റൂമിൽ കയറിയിട്ടും കീഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം കോമഡിയായി. പിന്നെ കളി നല്ല കളിയാണ് കേട്ടോ. അപ്പം അടുത്ത ആളോട് പറഞ്ഞു, ഒന്ന് കലമ്പ് നിങ്ങോ, അന്നെങ്കിൽ അവൻ പേടിച്ചോളും. അപ്പോൾ അവർ കലമ്പുന്നില്ല. അപ്പോൾ അവൻ പേടിച്ചിട്ടുമില്ല. എന്നിട്ട് കളിയോട് കളി. അപ്പം നമുക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ കളക്ഷനൊക്കെ നോക്കി, നമുക്കെല്ലാം ഉള്ള ഡ്രസ്സെല്ലാം നോക്കിയാണ്, നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ നോക്കി സെലക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കുറേ വലിച്ച് വാരിയെല്ലാം ഇട്ടിട്ട് എവിടുന്നല്ലോ കൊണ്ടുവന്നിട്ട് എന്തെല്ലോ ഡ്രസ്സ് ഒപ്പിച്ചു. അനിയൻ്റെ ഡ്രസ്സ് ഇതൊക്കെ ഇട്ട് നോക്കി, എന്നിട്ട് വേറെ മോഡൽ നോക്കി, അങ്ങനെ എന്തെല്ലോ ആക്കിയിട്ട് അനിയൻ കളിച്ച്. അനിയനെ കുറേ സമയം നോക്കിയിട്ടാണ് അതിൽ പാഞ്ഞ് കളിക്കുകയാണ്. അപ്പോൾ ഇനി അനിയൻ്റെ ഫാൻ്റാണ്. അനിയൻ്റെ ഫാൻ്റ് നോക്കുമ്പോൾ ഓൻ പറയാം, ഇതെന്ത് അന്യം കാട്ടി വലിയ ഫാൻറ്റ്, എനിക്ക് ഡാൻസ് കളിക്കാൻ തോന്നുന്നു ആ ഫാൻ ഇട്ടിട്ടാകുമ്പോൾ. നല്ല പറഞ്ഞിട്ട് കോമഡി ആക്കിയിട്ട് അവിടെയുള്ള എല്ലാവരും ചിരിച്ചിട്ടാ. അപ്പം ഒക്കെ വാങ്ങി. ഇതാണ് കളക്ഷനാണ്, കണ്ടില്ലേ? ആരാ ശബ്ദം കേൾക്കുന്നത്? പിന്നെ ഇത് ഉമ്മാൻ്റെ ഊയാണ്. അപ്പോൾ ഉമ്മാക്ക് വേണ്ട സാധനമെല്ലാം വലിച്ചിടാൻ പറഞ്ഞ്. അങ്ങനെ ഉമ്മ ഓരോന്ന് വെച്ച് നോക്കി. ഇതെനിക്ക് പറ്റൂല, അടുത്തേക്ക് ഇതെനിക്ക് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് കളിച്ച്. അപ്പോൾ നമ്മളെന്താക്കി, നേരെ അനിയൻ്റെ സെക്ഷനിലേക്ക് തന്നെ പോയി. ആടുന്ന് ഇവിടുന്നെല്ലാം കൊണ്ടുവന്നിട്ട് എങ്ങനെയല്ലോ സെറ്റാക്കി, ഒരു ഫാൻറ്റും കുപ്പായം സെറ്റാക്കിയിട്ട് നമ്മൾ ബില്ലടിച്ചിട്ട് ആടുന്ന് കൊട്ടയാക്കിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനം വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു. നമ്മൾ പിന്നെ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾക്ക് വേണ്ട പച്ചക്കറി ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ്. നല്ല
മാങ്ങ നിര കിടക്കുന്നു. കക്കിരി, ക്യാരറ്റ്, എല്ലാ സാധനവും, ഫ്രൂട്ട്സും പച്ചക്കറിയും എല്ലാ സാധനവും നിര കിടക്കുന്നു. ഇതാ നോക്കൂ, പൈനാപ്പിൾ, പിന്നെ ആ ഷോപ്പിൽ ഉള്ള സാധനം. പിന്നെ നമ്മൾ നേരെ പനിയാൽ ബസ് കയറി നേരെ വീട്ടിലേക്ക് വിട്ടു. അനിയനെ ഇരുന്ന് വിൻഡോയിൽ നോക്കിയാണ് കേട്ടോ. അനിയൻ എന്തൊക്കെയോ കോമഡി ഇതാ ഇങ്ങനെ എന്തെല്ലോ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. പൈസൻ്റെ ടിക്കറ്റ് അവനക്ക് വാങ്ങുക. പിന്നെ നമ്മുടെ സ്ഥലം നിർത്താനായി. അപ്പം നമ്മൾ ആക്കിയിട്ട് വീട്ടിലേക്ക് പോയി കേട്ടോ. ബൈ ബൈ.